ഹായ് എവരി വൺ, വെൽക്കം ടു സ്റ്റഡി ലുക്ക്. ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 അക്കൗണ്ടൻസി സെക്കൻഡ് ചാപ്റ്റർ തിയറി ബേസ് ഓഫ് അക്കൗണ്ടിംഗ് ആണ്. അതിൽ പാർട്ട് 2 ക്ലാസ് ആണ്. പാർട്ട് 1 ക്ലാസ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ കണ്ടു നോക്കുക. ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ വീഡിയോസൊക്കെ കണ്ടു നോക്കുക. നിങ്ങൾക്ക് വീഡിയോസൊക്കെ യൂസ്ഫുൾ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഗ്യാപ്പ് എന്താണെന്നാണ് പഠിച്ചത്. ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനുള്ളത് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സുകളാണ്. അപ്പോൾ എന്താണ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് എന്ന് നോക്കാം. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ആർ സർട്ടൻ സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് ഗൈഡ്ലൈൻസ് based on the principles and methods of accounting to be followed to have uniformity in terminology, approach and presentation of results. അതായത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകളെല്ലാം പ്രിപ്പയർ ചെയ്ത് അതിൻ്റെ റിസൾട്ട് പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് ആ റിസൾട്ടിൽ ഒരു യൂണിഫോർമിറ്റി ഉണ്ടായിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ട സർട്ടൻ സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് ഗൈഡ്ലൈൻസിനെയാണ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ബെനഫിറ്റ്സും ലിമിറ്റേഷനാണ് നോക്കാനുള്ളത്. ആദ്യം തന്നെ ബെനഫിറ്റ് നോക്കാം. അതിലെ ഫസ്റ്റ് വണ്ണാണ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഹെൽപ്സ് ഇൻ എലിമിനേറ്റിംഗ് വേരിയേഷൻസ് ഇൻ അക്കൗണ്ടിംഗ് ട്രീറ്റ്മെൻറ്റ് ടു പ്രിപ്പയർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. അതായത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൽ വരുന്ന തെറ്റുകളെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡുകൾ സഹായിക്കുന്നുണ്ട്. ഇനി അതിൽ രണ്ടാമത്തെ നോക്കാം. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് മേ കോൾ ഫോർ ഡിസ്ക്ലോഷർ ഓഫ് സർട്ടൻ ഇൻഫോർമേഷൻ വിച്ച് ജനറൽ പബ്ലിക് ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ്. നിയമപ്രകാരം ആവശ്യമില്ലാത്ത ചില വിവരങ്ങൾ വെളിപ്പെടുത്താൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡുകൾ ആവശ്യപ്പെടാം. എന്നാൽ അത്തരം വിവരങ്ങൾ പൊതുജനങ്ങൾക്കും നിക്ഷേപകർക്കും കടക്കാർക്കും ഉപയോഗപ്രദമാകും. മൂന്നാമത്തേത് നോക്കാം. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഫെസിലിറ്റേറ്റ് കമ്പാരബിലിറ്റി ബിറ്റ്വീൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് ഇന്റർ ആൻഡ് ഇൻട്രാ കമ്പനീസ്. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സുകൾ മറ്റുള്ള കമ്പനികളും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകളും തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കാൻ സഹായിക്കുന്നുണ്ട്. ഇനി അതിൻ്റെ ലിമിറ്റേഷൻസ് നോക്കാം. ഫസ്റ്റ് ലിമിറ്റേഷനാണ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് മേക്ക് ചോയ്സ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ഓൾട്ടർനേറ്റീവ് അക്കൗണ്ടിംഗ് ട്രീറ്റ്മെൻറ്റ്സ് ഡിഫിക്കൽട്ട് ടു അപ്ലൈ. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സുകൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓൾട്ടർനേറ്റീവ് അക്കൗണ്ട് ട്രീറ്റ്മെൻറ്റുകളെ അപ്ലൈ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. നെക്സ്റ്റ്, ഇറ്റ് ഈസ് റിജിഡ്ലി ഫോളോഡ് ആൻഡ് ഫെയിൽസ് ടു എക്സ്റ്റെൻഡ് ഫ്ലെക്സിബിലിറ്റി ഇൻ അപ്ലൈയിങ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സുകൾ അപ്ലൈ ചെയ്യുമ്പോൾ അതിൽ മാറ്റങ്ങൾ വരുത്താനായിട്ട് കഴിയില്ല. മൂന്നാമത്തേതാണ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് കനോട്ട് ഓവർറൈഡ് ദ സ്റ്റാറ്റ്യൂട്ട്. ദ സ്റ്റാൻഡേർഡ്സ് ആർ റിക്വയർഡ് ടു ബി ഫോർമഡ് വിത്തിൻ ദ എംബിറ്റ് ഓഫ് പ്രിവെയിലിംഗ് സ്റ്റാറ്റസ്. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡുകളിൽ നിലവിലുള്ള നിയമങ്ങളെ മാറ്റം വരുത്താനും കഴിയില്ല. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ലിമിറ്റേഷൻസ്. നെക്സ്റ്റ് ടോപ്പിക്കാണ് അപ്ലിക്കബിലിറ്റി ഓഫ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് എവിടെയൊക്കെ യൂസ് ചെയ്യാമെന്ന് നോക്കാം. ഫസ്റ്റ്, സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് യൂണിറ്റ്. സെക്കൻഡ്, പാർട്ട്ണർഷിപ്പ് ഫേം. തേർഡ്, സൊസൈറ്റീസ്. ഫോർത്ത്, ട്രസ്റ്റീസ്. ഫിഫ്ത്ത്, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി. സിക്സ്ത്, അസോസിയേഷൻ ഓഫ് പേഴ്സൺസ്. 7, കോർപ്പറേറ്റീവ് സൊസൈറ്റീസ്. 8, കമ്പനീസ്. 9, ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സിസ്റ്റം. 10, there have been vast change in the global economic scenario with the emergence of globalization, liberalization and privatization. അടുത്ത ടോപ്പിക്കാണ് IFRS. എന്താണ് IFRS എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ആണ്. ഒരു ഡെഫിനേഷൻ പറഞ്ഞു തരാം. IFRS ആർ എ സെറ്റ് ഓഫ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഡെവലപ്ഡ് ബൈ ദ ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ബോർഡ് that provide a common global language for business affairs so that company accounts are understandable and comparable across international boundaries. എന്താണ് IFRS എന്ന് പറഞ്ഞാൽ? IFRS എന്ന് പറഞ്ഞ ഒരു സെറ്റ് ഓഫ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സുകളാണ്. അത് ഡെവലപ്പ് ചെയ്തത് ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡാണ്. അത് പ്രൊവൈഡ് ചെയ്യുന്നത് ഗ്ലോബൽ ലാംഗ്വേജ് ഫോർ ബിസിനസ് അഫെയർസ് സോ ദാറ്റ് കമ്പനി അക്കൗണ്ട്സ് ആർ അണ്ടർസ്റ്റാൻഡബിൾ ആൻഡ് കമ്പാരബിൾ അക്രോസ് ഇൻ്റർനാഷണൽ ബൗണ്ടറീസ്. അതായത് IFRS ഉപയോഗിക്കുന്നതിലൂടെ ഒരു രാജ്യത്തിലെ കമ്പനികളുടെ മറ്റു രാജ്യത്തിലെ കമ്പനികളുടെയും സാമ്പത്തിക സ്ഥിതിയും പ്രകടനമാകുന്നു. അതാണ് IFRS എന്ന് പറഞ്ഞത്.
നെക്സ്റ്റ് ടോപ്പിക്കാണ് GST. GST എന്ന് പറഞ്ഞാൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, അതാണ് അതിൻ്റെ ഫുൾ ഫോം. അപ്പോൾ എന്താണ് GST എന്ന് നോക്കാം. ഇറ്റ് ഈസ് എ കോംപ്രഹെൻസീവ് ഇൻഡയറക്റ്റ് ടാക്സ് ലിവിഡ് ഓൺ ദ മാനുഫാക്ചർ, സെയിൽ ആൻഡ് കൺസപ്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് അക്രോസ് ഇന്ത്യ. GST എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ വസ്തുക്കളുടെയും സേവനങ്ങളുടെയും ഉൽപ്പാദനം, വിൽപ്പന എന്നിവയ്ക്കെല്ലാം ചുമത്തുന്ന ഒരു ടാക്സിനെയാണ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. അതിനെയാണ് GST എന്നും പറയുന്നത്. ഇനി ഒരു ക്ലാസിഫിക്കേഷനാണ്. ടാക്സിനെ ക്ലാസിഫിക്കേഷൻ ചെയ്ത് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ഇൻഡയറക്റ്റ് ടാക്സും ഡയറക്റ്റ് ടാക്സും. അതിൽ ഇൻഡയറക്റ്റ് ടാക്സിനെ വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, സെൻറ്ററും സ്റ്റേറ്റും. അതിൽ സെൻറ്ററിൽ എന്തൊക്കെ നോക്കാം. സർവീസ് ടാക്സ്, എക്സൈസ് ഡ്യൂട്ടി, CSD, കസ്റ്റം. സ്റ്റേറ്റിൽ വാറ്റ്, എൻട്രി ടാക്സ്, ഒക്ട്രോയ്, ലക്ഷറി ടാക്സ്. ഡയറക്റ്റ് ടാക്സിൽ വരുന്നത് ഇൻകം ടാക്സ് ആണ്. അടുത്തൊരു ടോപ്പിക്ക് GSTയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ടെക്സ്റ്റ് ബുക്കിൽ കുറച്ചും കൂടി വൈഡ് ആയിട്ടാണുള്ളത്. ഞാൻ അതിന് ഷോർട്ടായിട്ട് ഒരു 5 പോയിൻ്റ് ആക്കിയിട്ടുണ്ട്. ഫസ്റ്റ് വൺ നാഷൻ വൺ ടാക്സ്. സെക്കൻഡ്, കവേഴ്സ് ഗുഡ്സ് ആൻഡ് സർവീസസ്. തേർഡ്, ഡെസ്റ്റിനേഷൻ ബേസ്ഡ് ടാക്സ്. ഫോർത്ത്, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. ഫിഫ്ത്ത്, ഡ്യുവൽ സിസ്റ്റം. നെക്സ്റ്റ് ടോപ്പിക്കാണ് അഡ്വാൻറ്റേജസ് ഓഫ് GST. ഫസ്റ്റ് വൺ നാഷൻ വൺ ടാക്സ്. സെക്കൻഡ്, റിമൂവ്സ് മൾട്ടിപ്പിൾ ടാക്സ്. തേർഡ്, റിഡ്യൂസ് കാസ്കേഡിംഗ് ടാക്സ്. ഫോർത്ത്, ട്രാൻസ്പെറൻറ്റ് സിസ്റ്റം. ഫിഫ്ത്ത്, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. അപ്പോൾ ഇത്രയുള്ള ഈ ഒരു ചാപ്റ്റർ ഈ വീഡിയോയിൽ കൂടി അവസാനിക്കുകയാണ്. നെക്സ്റ്റ് വീഡിയോയിൽ പുതിയൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. കൂടുതൽ ഡിലേ ആക്കാതെ തന്നെ പെട്ടെന്ന് തന്നെ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യാം. നിങ്ങൾക്ക് ഈ ക്ലാസ് യൂസ്ഫുള്ളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.